തൃണമൂലിന്റെ ഉരുക്കുകോട്ടയായ ഡയമണ്ട് ഹാർബറിൽ ഇപ്പോൾ ശ്മശാനമൂകതയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 7 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞെട്ടിച്ച അഭിഷേക് ബാനർജിക്ക് ഇന്ന് സ്വന്തം മണ്ഡലത്തിൽ പോലും പാർട്ടി ഓഫീസുകൾ തുറക്കാൻ ഭയമാണ്. ഫാൾട്ട ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് വെറുമൊരു വാർത്തയല്ല, അതൊരു അവസാനമാണ്. തോറ്റോടിയ തൃണമൂൽ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്വയം വിശേഷിപ്പിച്ചത് പുഷ്പ എന്നായിരുന്നു. പക്ഷേ ആ പുഷ്പ ബംഗാളിലെ ജനവിധിയുടെ തീയിൽ വെന്തു ചാമ്പലായി. സുവേന്ദു ഭരണത്തിന്റെ ആദ്യ 15 ദിവസങ്ങൾ, കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ട് നയം, ഇപ്പോൾ അതാണല്ലോ എല്ലായിടത്തും വിഷയമായി നിൽക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? പലരും പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നാലും മാപ്രകൾ മിണ്ടില്ലല്ലോ. മദ്രസകൾക്കുള്ളിൽ ഫണ്ട് നിർത്തലാക്കൽ, വന്ദേ മാതരം നിർബന്ധമാക്കൽ, ബംഗാൾ ഇനി കത്തുകയല്ല, ഉയർത്തെഴുന്നേൽക്കുകയാണ്. മമതയുടെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ആവേശവും ആകാംക്ഷയും നിറഞ്ഞ ഈ പൊളിറ്റിക്കൽ ത്രില്ലറിന്റെ ഓരോ പേജും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ബംഗാളിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പ്രഭവ കേന്ദ്രം ഇന്ന് ഡയമണ്ട് ഹാർബർ ആണ്. അഭിഷേക് ബാനർജി എന്ന തൃണമൂൽ യുവരാജാവിന്റെ തറവാട്. 2024 ഇതേ മണ്ഡലത്തിൽ നിന്നും അഭിഷേക് നേടിയത് 1,48,230 വോട്ടുകളാണ്. BJPയെ ബഹുദൂരം പിന്നിലാക്കി റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. എന്നാൽ ഈ 2026 എത്തുമ്പോൾ ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യ മുഴുവൻ ഞെട്ടി. ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിലെ ഫാൾട്ട അസംബ്ലി സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡ ജയിച്ചത് 1,09,021 വോട്ടുകൾക്കാണ്. തൃണമൂൽ ഇവിടെ വോട്ടിങ്ങിൽ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. CPM-ഉം കോൺഗ്രസും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടുകയും ചെയ്തു. തൃണമൂൽ സ്ഥാനാർത്ഥിയായ ജഹാംഗീർ ഖാൻ കിട്ടിയത് വെറും 7,783 വോട്ടുകൾ. എന്തുകൊണ്ടാണ് തൃണമൂൽ ഇങ്ങനെ തകർന്നടിഞ്ഞത് അവിടെ? ഇതിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ നാടകം തന്നെയുണ്ട്. വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് തങ്ങൾ മത്സര രംഗത്തില്ലെന്ന് തൃണമൂൽ പ്രഖ്യാപിച്ചു. പക്ഷേ അത് പിന്മാറ്റമല്ലായിരുന്നു, മറിച്ച് പരാജയം നേരിടാൻ ധൈര്യമില്ലാത്തത് കൊണ്ടുള്ള ഒളിച്ചോട്ടം തന്നെയായിരുന്നു. അത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ഏപ്രിൽ 29 നടന്ന ആദ്യ കണക്കെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ പേര് EVM-ൽ സെല്ലോട്ടാപ്പ് പൊട്ടിച്ച് മറച്ചതുൾപ്പെടെയുള്ള ഹീനമായ നാണം കെട്ട തന്ത്രങ്ങളൊക്കെ തൃണമൂൽ പയറ്റി. എന്നാൽ പുതിയ സുവേന്ദു സർക്കാരിന്റെ കീഴിൽ സെൻട്രൽ ഫോഴ്സിനെ ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പുനർവോട്ടെടുപ്പ് മമതയുടെയും അഭിഷേകിന്റെയും എല്ലാം ഗുണ്ടായുസത്തെയും തകർത്തെറിഞ്ഞു കളഞ്ഞു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 294 സീറ്റുകളിൽ 207 സീറ്റുകൾ നേടിയാണ് BJP ചരിത്ര വിജയം കുറിച്ചത്. മമതാ ബാനർജിയുടെ തൃണമൂൽ വെറും 80 സീറ്റുകളിൽ ഒതുങ്ങി. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സുവേന്ദു അധികാരി തന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റി വരയ്ക്കുന്നത് തന്നെയായിരുന്നു. സുവേന്ദുവിന്റെ ചില മാസ്റ്റർ സ്ട്രോക്കുകൾ ഞാനൊന്ന് പറയാം, കാരണം ഇവിടെ ആരും അതിനെപ്പറ്റി മിണ്ടില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത് ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കലാണ്. മമത സർക്കാർ തടഞ്ഞു വെച്ചിരുന്ന കേന്ദ്രത്തിന്റെ ആരോഗ്യ പദ്ധതി ഇനി ബംഗാളിലും ഉണ്ടാകും. മമതയുടെ സ്വാസ്ഥ്യ സാഥി പദ്ധതിയെ ആയുഷ്മാൻ ഭാരതുമായി ലയിപ്പിച്ചു. രണ്ടാമത് അന്നപൂർണ യോജനയാണ്. മമതയുടെ ലക്ഷ്മി ഭണ്ഡാർ പദ്ധതിക്ക് പകരം മാസം 3000 രൂപ സ്ത്രീകൾക്ക് നൽകുന്ന അന്നപൂർണ യോജന സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് സ്ത്രീ വോട്ടർമാരെ പൂർണ്ണമായും BJPയോട് അടുപ്പിച്ചതാണ്. മൂന്നാമത് വന്ദേ മാതരം നിർബന്ധമാക്കൽ. ബംഗാളിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും വന്ദേ മാതരം ആലപിക്കണമെന്ന് സുവേന്ദു ഉത്തരവിട്ടിരുന്നു. ദേശസ്നേഹം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി. നാലാമത് അതിർത്തി വേലിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 15 വർഷമായി മമത ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതിനാൽ മുടങ്ങിക്കിടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വേലി നിർമ്മാണത്തിന് വേണ്ടി 45 ദിവസത്തിനുള്ളിൽ ഭൂമി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. വെറും 45 ദിവസം, ഓർക്കണം. ഇത് 15 വർഷമായി നടക്കാത്തതാണ്. ബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അനധികൃത കുടിയേറ്റമാണ്. മമതയുടെ വോട്ട് ബാങ്ക് ആയിരുന്ന ഈ കുടിയേറ്റക്കാർക്കെതിരെ സുവേന്ദു സർക്കാർ കടുത്ത നടപടികൾ തുടങ്ങി. ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ട്, ഇതാണ് സർക്കാരിന്റെ മന്ത്രം. ഡിറ്റക്ട്, NRCയും സെൻസസും ഉടൻ ആരംഭിക്കും. ഓരോ ജില്ലയിലും അനധികൃത താമസക്കാരെ കണ്ടെത്താൻ പ്രത്യേക സെല്ലുകൾ തന്നെ രൂപീകരിച്ചു. ഡിലീറ്റ്, നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടാക്കിയ വ്യാജ ആധാർ കാർഡുകളും റേഷൻ കാർഡുകളും ഉടൻ റദ്ദാക്കും. പിന്നെ ഇതിനു വേണ്ടി ഇലക്ട്രൽ വെരിഫിക്കേഷൻ ശക്തമാക്കി. ഡിപ്പോർട്ട്, പൗരത്വത്തിന് അർഹതയില്ലാത്തവരെ കണ്ടെത്തി തടങ്കലിലാക്കാൻ ഹോൾഡിംഗ് സെന്ററുകൾ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. ഇവരെ ഘട്ടം ഘട്ടമായി നാട് കടത്താനാണ് സുവേന്ദുവിന്റെ തീരുമാനം. ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഈ നീക്കം തൃണമൂലിന്റെ വോട്ട് ബാങ്കിന്റെ കടക്കലാണ് കത്തിവെച്ചിരിക്കുന്നത്. മുർഷിദാബാദിലും മാൽഡയിലുമുള്ള ഹിന്ദു ജനത ഈ നടപടിയെ ഹൃദയപൂർവ്വമാണ് സ്വാഗതം ചെയ്യുന്നത്.
ബംഗാളിലെ 30% മുസ്ലിം വോട്ടുകൾ എന്നും മമതയുടെ കരുത്തായിരുന്നു. എന്നാൽ 2026 ഈ വോട്ട് ബാങ്ക് തകർന്നടിഞ്ഞു. ഹുമയൂൺ കബീറിന്റെ ആം ജനതാ ഉന്നയൻ പാർട്ടിയും AJUP, ISFും CPMും മുസ്ലിം വോട്ടുകൾ പങ്കിട്ടെടുത്തു. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായ മുർഷിദാബാദിലും മാൽഡയിലും മുൻപ് BJPക്ക് 8 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അവിടെ 18 സീറ്റുകളാണ് പിടിച്ചെടുത്ത് BJP വിസ്മയമാണ് കാണിച്ചത്. മമതയുടെ പ്രീണന രാഷ്ട്രീയം മുസ്ലിങ്ങൾക്കിടയിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. കാരണം അവർക്കറിയാം ഇത് ഞങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാണെന്ന്. ആ തിരിച്ചറിവാണ് അവിടെ കണ്ടത്. തൃണമൂൽ തങ്ങളെ വോട്ട് ബാങ്കായി മാത്രം കണ്ടുവെന്നും യഥാർത്ഥ വികസനം നൽകിയില്ല എന്നും ഒരു വിഭാഗം മുസ്ലിങ്ങൾ തുറന്നടിച്ചു. ഇതിന്റെ ഫലമാണ് ഫാൾട്ടയിൽ തൃണമൂൽ 4ാം സ്ഥാനത്തേക്ക് പോയത്. മമതയുടെ കാലത്ത് തൃണമൂൽ ഗുണ്ടകൾ ബംഗാളിനെ ഭരിച്ചു. സന്ദേശ് ഗാലിയിലെ സ്ത്രീകളെ പീഡിപ്പിച്ച ഷാജഹാൻ ഷെയ്ഖിനെ പോലെയുള്ളവർ തൃണമൂലിന്റെ മുഖമായിരുന്നു. എന്നാൽ സുവേന്ദു ഭരണത്തിൽ ഗുണ്ടകൾക്ക് സ്ഥാനമില്ല. അവിടെ വികസനം മാത്രമാണ് പ്രയോറിറ്റി. കൊൽക്കത്ത, ഹൗറ, വടക്കൻ 24 പർഗനാസ് എന്നിവിടങ്ങളിൽ തൃണമൂൽ നേതാക്കൾ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് നേരെ സുവേന്ദുവിന്റെ ബുൾഡോസറുകൾ നീങ്ങുകയാണ്. ഉത്തർപ്രദേശിലെ യോഗി മോഡൽ ബംഗാളിലും നടപ്പിലാക്കുന്നു. കട്ട്മണി എന്ന കമ്മീഷൻ രാജ്യം ബംഗ്ലാദേശിലേക്കുള്ള കന്നുകാലി കടത്തും പൂർണ്ണമായും നിലച്ചു. കൈയടിച്ച് വേണം നമ്മൾ ഇതിനെയൊക്കെ സ്വാഗതം ചെയ്യാൻ. കണ്ടു പഠിക്കണം. ഇതോടെ തൃണമൂലിന്റെ വരുമാന മാർഗങ്ങൾ അടഞ്ഞു. ബംഗാൾ രാഷ്ട്രീയത്തിലെ മറ്റൊരു കൗതുകം CPMന്റെ തിരിച്ചുവരവാണ്. BJP ഭരണം വന്നതോടെ തൃണമൂലിന്റെ അക്രമം ഇല്ലാതായല്ലോ. വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന 350-ലധികം CPM ഓഫീസുകൾ BJP ഭരണത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പ്രതിപക്ഷം വേണമല്ലോ. CPMന് കേരളത്തിൽ BJP ഫാസിസ്റ്റുകളായിരിക്കാം. എന്നാൽ ബംഗാളിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത് BJP വന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഫാൾട്ടയിൽ CPM 2ാം സ്ഥാനത്തെത്തിയത് മമതയ്ക്കുള്ള വലിയൊരു താക്കീതാണ്. ബംഗാളിലെ ഭാവി രാഷ്ട്രീയം BJPയും CPMും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. അങ്ങനെയായിരിക്കും ഇനി അവിടുത്തെ രാഷ്ട്രീയ ചിത്രം. മമത ഇനി അവിടെ ഇല്ല. ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ മമത സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തൃണമൂൽ എന്ന പ്രസ്ഥാനം പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിലെ ഈ മാറ്റം കേരളത്തിന് നൽകുന്ന സൂചനകൾ വളരെ വളരെ വലുതാണ്. 30% മുസ്ലിം വോട്ടുള്ള ഒരു സംസ്ഥാനത്ത് BJP അധികാരം പിടിച്ചത് സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴിയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു വിഭാഗത്തെ അമിതമായി പ്രീണിപ്പിക്കുകയും ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കുകയും ചെയ്താൽ ബംഗാളിലെ മമതയ്ക്ക് സംഭവിച്ചത് തന്നെ കേരളത്തിലും സംഭവിക്കുമെന്ന് ചുരുക്കം. ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ചിരുന്ന രാഷ്ട്രീയം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ മമതയുടെയും തൃണമൂലിൻ്റെയും അവസ്ഥ കേരളത്തിലെ ഭരണകക്ഷികൾക്കും ഉണ്ടായേക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പല വലിയ തെറ്റുകളും സംഭവിക്കും. മമതയുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും. ബംഗാൾ എന്തായാലും മാറ്റത്തിൻ്റെ പാതയിലാണ്. ആ മാറ്റം ഇന്ത്യയിലുടനീളം പ്രതിഫലിക്കും. തോറ്റോടിയ തൃണമൂൽ പുഷ്പ അഭിഷേക് ബാനർജിയുടെയും മമതയുടെയും അഹങ്കാരത്തിന് കാലം നൽകിയ മറുപടിയാണ് സുവേന്ദു അധികാരിയുടെ വിജയം. ഭവാനിപ്പൂരിലെ സ്വന്തം പോളിംഗ് ബൂത്തിൽ പോലും തോൽവി രുചിച്ച മമത ഇന്ന് രാഷ്ട്രീയ വനവാസത്തിലാണ് എന്നേക്കുമായി. സുവേന്ദു അധികാരി എന്ന കറതീർന്ന ഭരണാധികാരിക്ക് കീഴിൽ ബംഗാൾ ഒരു പുതിയ അധ്യായം എഴുതുകയാണ്. മതമൗലികവാദികൾ ഒതുങ്ങിയിരിക്കുന്നു. കുടിയേറ്റക്കാർ ഭയത്തിലാണ്. ഗുണ്ടകൾ നാടുവിട്ടിരിക്കുന്നു. ഇതൊരു സുവർണ ബംഗാൾ, സോനാർ ബംഗ്ല നിർമ്മാണത്തിൻ്റെ തുടക്കമാണ്. വരും ദിവസങ്ങളിൽ സുവേന്ദു സർക്കാരിൻ്റെ കൂടുതൽ കർക്കശമായ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മമതയുടെ പതനത്തിന് പിന്നിലെ പ്രധാന കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.